കാട്ടുമൃഗങ്ങൾ പോലും പോകാത്ത കാലമാടൻ കുന്നിലെ വിജനമായ ബലിക്കലിലാണ് ജഡങ്ങൾ കാണപ്പെടുക. ഗ്രാമത്തിലെ വലിയ പൂജാരിയായ ബ്രഹ്മൻ നമ്പൂതിരിയാണ് കാവിലെ ഗുളിക ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയപ്പോൾ ഈ ഭീകര ദൃശ്യം ആദ്യം കാണുന്നത്. ചോര നനഞ്ഞ മണ്ണിൽ നോക്കി നമ്പൂതിരി വിറയ്ക്കുന്ന ശബ്ദത്തോടെ നാട്ടുകാരോട് ആ ഭയപ്പെടുത്തുന്ന രഹസ്യം പറഞ്ഞു. ഇത് സാധാരണ കൊലയല്ല. 1500 വർഷത്തിലൊരിക്കൽ വരുന്ന അതിഭയങ്കരമായ അമാവാസി രാവാണിത്. ഈ രാത്രിയിൽ 10 മനുഷ്യബലി പൂർത്തിയാക്കുന്നവൻ സാക്ഷാൽ ഗുളികൻ തിരയെ അടിമയാക്കി തളയ്ക്കാൻ കഴിയും. പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റുന്ന ആഭിചാരക്രിയയാണിത്. നാട്ടുകാർ ഭയന്നു വിറച്ചു. ഇതിനകം 8 പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അജ്ഞാതനായ ആ മാന്ത്രികൻ ആരാണെന്ന് ആർക്കും അറിയില്ല. ശങ്കരൻ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഈ നാടിനെ രക്ഷിച്ചേനെ എന്ന് നാട്ടുകാർ കാൽക്കൽ വീണ് കരഞ്ഞു പ്രാർത്ഥിച്ചു. അമാവാസി രാത്രി. കാർമേഘങ്ങൾ ആകാശത്തെ വിഴുങ്ങി. കാവുകളിൽ വിളക്കുകൾ അണഞ്ഞു. ആരും കാണാതെ ആ വൃദ്ധനും വൃദ്ധയും ശംഭുവിനെ സ്നേഹത്തോടെ വിളിച്ച് കാലമാടൻ കുന്നിന്റെ താഴ്വരയിലുള്ള അവരുടെ രഹസ്യ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ ഗുഹയ്ക്കുള്ളിൽ കടന്നതും അവരുടെ ഭാവം മാറി.